നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. ജോർദാനെതിരെ അർജന്റീന കളിക്കാൻ ഇറങ്ങുമ്പോൾ അവരുടെ മുന്നോട്ടുള്ള പോക്കിൽ ഒരു തരത്തിലും ഈ കളിയുടെ റിസൾട്ട് ഒരു സ്വാധീനവും ചെലുത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്കലോനിക്ക് കൃത്യമായിട്ടുള്ളൊരു ഉദ്ദേശമുണ്ടായിരുന്നു. അതായത് പല താരങ്ങൾക്കും പ്ലെയിങ് ടൈം കൊടുക്കുക. അത് സാധിച്ചിരിക്കുന്നു. അതിൽ താൻ ഹാപ്പിയാണ് എന്ന് കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു. ജോർദാനെ അർജന്റീന പരാജയപ്പെടുത്തിയ ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നു, ഞങ്ങൾക്ക് പ്രധാനമായിട്ടും വേണ്ടിയിരുന്നത് കളിക്കാൻ അവസരം ലഭിച്ചിട്ടില്ലാത്ത താരങ്ങൾക്ക് കുറച്ച് മിനിറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ്. അവരത് അർഹിച്ചിരുന്നു. ആ മിനിറ്റ്സ് അവർ അർഹിച്ചിരുന്നു. കളിക്കാൻ അവസരം അവർക്ക് കൊടുക്കണമായിരുന്നു. അവരത് മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഞങ്ങൾ കഴിയാവുന്നവർക്കൊക്കെ പ്ലെയിങ് ടൈം കൊടുത്തു. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് എന്ന് കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നു. അതേസമയം തന്നെ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, ഇപ്പം പ്രധാനമായിട്ടും കഴിഞ്ഞ വേൾഡ് കപ്പിൽ സ്ക്വാഡിൽ ഉണ്ടാകുമെന്ന് കരുതിയിട്ട് പരിക്ക് കാരണം പുറത്തുപോയ ലോ ചെൽസോ ഈ വേൾഡ് കപ്പിൽ ഇതാ കളിച്ച് ഗോൾ അടിച്ചിരിക്കുന്നു. ലൗട്രോ ഇതുവരെ വേൾഡ് കപ്പിൽ ഗോൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയിരിക്കുന്നു. അപ്പോൾ അതിലും അദ്ദേഹം സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ലോ ചെൽസോ കുഡൻ ബി ഇൻ ദി പ്രീവിയസ് വേൾഡ് കപ്പ്. ലൗട്രോ ആണെങ്കിൽ ഇതുവരെ സ്കോർ ചെയ്തിട്ടുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരുടെ കാര്യത്തിൽ ഹാപ്പിയാണ്. ഇപ്പോൾ ടീം വളരെ മികച്ച രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. ഇനി ടീമിൻ്റെ ഏറ്റവും നല്ല ഭാഗം വരാൻ പോവുകയാണ് എന്നുകൂടി കോച്ച് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം കുറഞ്ഞ സമയം മാത്രം പ്ലേയിങ് ടൈം ലഭിച്ച താരങ്ങൾ എസിക്കിയൽ പലാസിയോസ് അദ്ദേഹം ഇന്ന് കളിച്ചു എന്ന് മാത്രമല്ല, റൈറ്റ് ബാക്ക് ആ ഒരു പൊസിഷൻ അദ്ദേഹത്തിൻ്റെ കരിയറിൽ നമ്മൾ അങ്ങനെ കാണാറില്ലാത്ത ഒരു പൊസിഷൻ. അപ്പോൾ സ്കലോനി അങ്ങനെയുള്ളൊരു പെർഫോമൻസ് അദ്ദേഹം നടത്തുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾക്ക് ആ ഒരു പൊസിഷനിൽ നാഹുൽ മോളിനെ റിസ്ക് എടുക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം അദ്ദേഹം കുറച്ചധികം കാലത്തെ ഇനാക്ടിവിറ്റിക്ക് ശേഷം വരികയാണ്. സോ ഗോൺസാലോ മുണ്ടീലിനെയും ഞങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് തന്നെ പലക്ക് ആ ഒരു പൊസിഷൻ കൊടുത്തു. അദ്ദേഹം അത് വളരെ മികച്ച രൂപത്തിൽ ഹാൻഡിൽ ചെയ്യുകയും ചെയ്തു. അതാണ് അവൻ്റെ ഒരു മികവ് എന്നുകൂടി കോച്ച് എടുത്ത് പറയേണ്ടത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.